നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ മേത്തർ ബസാറിൽ എത്തിയിരിക്കുകയാണ്. മേത്തർ ബസാറിലെ ക്രിസ്മസ് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ ഒരു ചെറിയ കവാടം കണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. കോട്ടയത്തെ പണ്ടത്തെ ഒരു തുണിക്കടയുടെ പരസ്യം പറയുന്നത് പോലെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു കട, അകത്ത് പക്ഷേ അതിവിശാലമായിട്ടുള്ള ഷോറൂം. ആ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യവും. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയൊരു ഇടനാഴി, പക്ഷേ അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത കാഴ്ചകളാണ് നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞ് കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഏറ്റവും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ ലൈറ്റുകളുടെ ഒക്കെ ഒരു ഇതാണല്ലേ. ആ ലൈറ്റുകളെ, അതുപോലെ സ്റ്റാറുകളെ, ലൈറ്റുകളെ, ക്രിസ്മസ് ഫാദർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. രാത്രിയിലൊക്കെ നല്ല രസമാണ് അല്ലേ, വഴിയിലും കടകളിലും ഒക്കെ അലങ്കരിച്ച്. അപ്പോൾ കേരളത്തിലെ മിക്ക സ്ഥലത്തേക്കും ഇവിടെ നിന്നാണ് സാധനങ്ങൾ ഹോൾസെയിലായിട്ട് കൊണ്ടുപോകുന്നത്. മിക്ക ചെറുകിട കടകളിലൊക്കെ നമ്മൾ കാണുന്ന സ്റ്റാറുകളും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ എന്ത് വെറൈറ്റി വന്നു കഴിഞ്ഞാലും ആദ്യം വരുന്നത് മേത്തർ ബസാറിലായിരിക്കും. ഇപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. പകലാണ് ഈ ഒരു കാഴ്ചയെന്ന് ഓർക്കണം. അത്ര ഒരു എന്താ പറയുക, നമ്മൾ മറ്റൊരു ലോകത്ത് ചെന്ന പോലെയുള്ള ഒരു പ്രതീതി, മറ്റൊരു ലോകത്തിലേക്ക് നമ്മൾ ചെന്ന പോലെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഈ സ്റ്റാറുകളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ തോന്നുന്നത് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സ്റ്റാറുകൾ അവരിങ്ങനെ രണ്ട് വശത്തായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു മായാ ലോകത്ത് ചെന്ന ഒരു പ്രതീതി. പുതിയ പുതിയ മോഡൽ ഒരുപാട് സ്റ്റാർസ് വന്നിട്ടുണ്ട് കേട്ടോ. പല പല പേരുകളിൽ നമുക്ക് ഒരുപാട് പുതിയ മോഡൽ സ്റ്റാറുകൾ നമുക്ക് കാണാൻ സാധിക്കും. 50 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് എന്ന് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു. ഒരുപാട് വെറൈറ്റി സ്റ്റാറുകൾ നമുക്ക് ഈ സ്റ്റോളിൽ കാണാൻ കിട്ടും. ഇവിടുത്തെ മേത്തർ ബസാറിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റാറുകളുടെ കാഴ്ചയാണ്. അതുപോലെ തന്നെ ഈ സ്റ്റാറുകൾ കണ്ടോ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ്. ശരിക്കും ഇത് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഇത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതല്ല, പ്ലാസ്റ്റിക്കുമല്ല, വേറൊരു മെറ്റീരിയലാണ്. ഇത് നമുക്ക് മഴയത്തിട്ട് കഴിഞ്ഞാൽ മഴ നനഞ്ഞ് സ്റ്റാർ പോകുമെന്നുള്ള പ്രശ്നമൊന്നുമില്ല. 200 രൂപ മുതലാണ് ഈ സ്റ്റാറുകളുടെ വില. ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു നല്ല ഒരു ഇതാണ്, കാരണം കളേഴ്സൊക്കെ നന്നായിട്ട് എടുത്ത് കാണിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പേപ്പർ സ്റ്റാറിനേക്കാളും കളേഴ്സ് നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്ന ടൈപ്പ് സ്റ്റാറുകളാണിത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. 200 രൂപ മുതൽ മുകളിലേക്കാണ് ഇതിൻ്റെ വില. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു സ്റ്റാറുകൾ. ഇത് കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ്. കഴിഞ്ഞ വർഷം ഈ സ്റ്റാറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ബോൾസ് കണ്ടോ, അതുപോലത്തെയൊക്കെ അങ്ങനെയും കുറേ ഐറ്റംസ് ഈ തവണ ഇറങ്ങിയിട്ടുണ്ട്. ഈ ടൈപ്പ് സ്റ്റാറുകൾ എനിക്കിഷ്ടമായി, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഈ കൂടുതലും എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. അതായത് ഈ പരമ്പരാഗതമായിട്ടുള്ള 5 കാലുള്ള സ്റ്റാറുകളുണ്ടല്ലോ, അതാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത്. ഒരുപാട് കാലുകളുള്ള സ്റ്റാറുകളെക്കാളും കൂടുതൽ കാണാൻ ഭംഗി എൻ്റെ അഭിപ്രായത്തിൽ ഈ 5 കാലുള്ള സ്റ്റാറുകളാണ്. അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഓരോ ഷോപ്പിൻ്റെ വാതിക്കലും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ട്രീയിലിടുന്ന ഒരുപാട് ലൈറ്റുകൾ, വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റുകൾ ഇത്തവണ വന്നിട്ടുണ്ട്. പല തരത്തിലുള്ള ബൾബ് മാലകൾ. എന്താ പറയുക, നമുക്ക് തന്നെ കൺഫ്യൂഷനാവും ഏതെടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് ഓരോരുത്തർക്കും വരും. ട്രീയിലിടുന്ന ഒരുപാട് അലങ്കാര വസ്തുക്കൾ, വെറൈറ്റി ആയിട്ടുള്ള അലങ്കാര വസ്തുക്കളും ഓരോ കടയിലും ചെന്ന് കഴിയുമ്പം വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങാനല്ലെങ്കിൽ കൂടി നമുക്ക് ഈ കളർഫുള്ളായിട്ടുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ കൂടി ഒന്ന് നടക്കുന്നത് തന്നെ മനസ്സിന് നല്ലൊരു സുഖം പകരുന്ന കാഴ്ചയാണ് കേട്ടോ. ഈ ക്രിസ്മസ് കാലത്ത് ഈ ലൈറ്റുകളും ഇങ്ങനത്തെയുള്ള എന്താ പറയുക, ഒരു മായാ ലോകമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിലൂടെ ഇങ്ങനെ നടന്ന് ഈ കാഴ്ചകളൊക്കെ കാണുന്നത് തന്നെ ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. അപ്പം മാക്സിമം കുറച്ച് ദിവസങ്ങളിലൂടെ ഉള്ളൂ. അപ്പോൾ വരാൻ പറ്റുന്നവർക്കൊക്കെ എത്രയും പെട്ടെന്ന് വരാൻ കേട്ടോ. ബ്രോഡ്വേയിലുള്ള മേത്തർ ബസാർ മിക്ക ആൾക്കാർക്കും അറിയാം. ഇനി അറിയാൻ മേലാത്തവർക്കായിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ബ്രോഡ്വേയിൽ തന്നെയാണ് മേത്തർ ബസാർ. നല്ല തിരക്കാണ്. ക്രിസ്മസിൻ്റെ സീസൺ അടുക്കും തോറും തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ബാർഗെയിൻ ചെയ്ത് സാധനങ്ങൾ വാങ്ങാം എന്നുള്ളതാണ് പ്രത്യേകത. നമുക്ക് ന്യായമായ രീതിയിൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത സാധനങ്ങൾ വാങ്ങാം.
സാന്താക്ലോസിൻ്റെ മുഖംമൂടികൾ, പല ടൈപ്പിലുള്ള മുഖംമൂടികൾ നമുക്ക് കാണാം. അതുപോലെ അതിൻ്റെ സാന്താക്ലോസ് ട്രീയിൽ വെക്കുന്ന പാവ, പിന്നെ അതുപോലെ ഡ്രസ്സുകൾ, കരോൾ സംഘങ്ങൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സുകൾ, പാവകൾ, മുഖംമൂടികൾ, അങ്ങനെ എ ടു ഇസഡ് എല്ലാ സംഭവങ്ങളും മേത്തർ ബസാറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ സാധിക്കും. പിന്നെ ഈ ക്രിസ്മസിൻ്റെ ഈ പുതിയ ഈ ക്രിസ്റ്റൽ കൊണ്ടുള്ള ഈ ഐറ്റംസൊക്കെ ഉണ്ട്. അത് രാത്രിയിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അടിപൊളിയാണ് അതിൻ്റെ ആ ഒരു ലൈറ്റും കളറും ഒക്കെ. നമുക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ക്രിസ്റ്റലിൻ്റെ ഈ ലൈറ്റുകൾ കാണാൻ കേട്ടോ. ഒരു നല്ലൊരു എന്താ പറയുക, ഒരു ഭംഗിയാണത് കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്മസിന് അടിച്ചു പൊളിക്കേണ്ട എ ടു ഇസഡ് സംഭവം മേത്തർ ബസാറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. LED സ്റ്റാർസ് ഉണ്ടല്ലോ, എനിക്ക് LED സ്റ്റാർസും അത്ര വലിയ താല്പര്യമില്ല. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കും. ഈ LED സ്റ്റാർസിനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് നോക്കുമ്പോൾ കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ വരും. എന്നാൽ പേപ്പർ സ്റ്റാറിനുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ. പിന്നെ അതിൻ്റെ പോരായ്മയെന്ന് പറയുന്നത്, കൂടി വന്നാൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതൽ പേപ്പർ സ്റ്റാർ നിൽക്കുകയില്ല. പക്ഷേ LED സ്റ്റാർ കുറച്ച് നാളുകൂടെ നിൽക്കും. പറയാൻ പറ്റുകയില്ല, ഞാനൊരു പ്രാവശ്യം വാങ്ങിച്ചിട്ട് പിറ്റേ വർഷം നോക്കിയിട്ട് കത്തിയില്ല, അങ്ങനെയും സംഭവിക്കും. ഏതായാലും LED സ്റ്റാറിനോട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. നമ്മുടെ പഴയ പേപ്പർ സ്റ്റാറുകളോടാണ് ഇപ്പോഴും എനിക്ക് താല്പര്യം. പിന്നെ ഞാൻ ആ 200 രൂപ മുതലുള്ള ആ ഒരു വെറൈറ്റി സ്റ്റാറിൻ്റെ കാര്യം മുമ്പ് പറഞ്ഞില്ലേ, അതെനിക്കിഷ്ടമാണ്. അത് കഴിഞ്ഞ വർഷം തൊട്ടാണ് അങ്ങനത്തെ ടൈപ്പ് സ്റ്റാർ ഇറങ്ങാൻ തുടങ്ങിയത്. അത് കുഴപ്പമില്ല. പക്ഷേ LED സ്റ്റാറുകളോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെ കൊണ്ട് തുടങ്ങണം, എവിടം കൊണ്ട് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. ഞാൻ പല സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പല ഇടനാഴികൾ ഇങ്ങനെ നമുക്ക് ഇതുവഴി പോകുമ്പോൾ കാണാം. എല്ലായിടത്തും ഈ ക്രിസ്മസ് സീസൺ ആകുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നത്, ഈ ക്രിസ്മസിൻ്റെ സീസൺ ആകുമ്പോഴത്തേന് മറ്റു പല സാധനങ്ങൾ വിൽക്കുന്ന കടകളിലും എനിക്ക് തോന്നുന്നു ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കടകളൊക്കെ ഉണ്ട്, പല വേറെ ടൈപ്പ് കടകളൊക്കെ. അവിടെ പോലും ക്രിസ്മസിൻ്റെ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് ഈ ഒരു ക്രിസ്മസ് സീസൺ ആകുമ്പോഴത്തേന് വെക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പം ക്രിസ്മസ് സീസണിൽ മുഴുവൻ കടകളിലും ക്രിസ്മസ് ഐറ്റംസ് ആയിരിക്കും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഞാൻ നോക്കുമ്പോൾ ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ പോലും ക്രിസ്മസിൻ്റെ ലൈറ്റുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ മേത്തർ ബസാറിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. വേറെ ഒരിടത്തും കാണുകയില്ല എങ്ങനെ ഒരു പ്രത്യേകത. മറ്റെന്ത് സാധനങ്ങൾ വിൽക്കുന്ന കടയാണെങ്കിൽ പോലും ക്രിസ്മസ് സീസൺ ആകുമ്പോഴത്തേന് ഈ ക്രിസ്മസ് ഐറ്റംസ് മാത്രമായിരിക്കും അവിടുത്തെ വിൽപ്പന. അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. 5 രൂപ മുതൽ ഇവിടെ ക്രിസ്മസിൻ്റെ ട്രീയിൽ ഇടുന്ന സാധനങ്ങളൊക്കെ വിൽപ്പനയ്ക്കുണ്ടോ. നമുക്കിനി ലുലു മാളിലേക്കാണ് നമ്മൾ പോകുന്നത്. ലുലു മാളിലെ കാഴ്ചകൾ കൂടെ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ലുലു മാളിലെ കാഴ്ചകളിലേക്ക് സ്വാഗതം. എല്ലാ തവണയും അവർ വെറൈറ്റി അലങ്കാരങ്ങൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കാറുണ്ട് ലുലു മാള്. അപ്പോൾ ഈ തവണയും വളരെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് അവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഓരോ ഷോപ്പിൻ്റെ വാതിക്കൽ അവരുടേതായ അലങ്കാരങ്ങൾ വേറെയുമുണ്ട്. ലുലു മാളുകാരുടേതായിട്ടുള്ള കോമൺ ആയിട്ടുള്ള അലങ്കാരമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഷോപ്പിലും വാതിക്കലിലും ഒക്കെ അവരവരുടേതായിട്ടുള്ള അലങ്കാരങ്ങൾ വെച്ചിട്ടുണ്ട്. എനിവേ നല്ല ഭംഗിയുണ്ട്, എല്ലാം അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരായി ഈ അലങ്കാരങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്.
അപ്പം മൊത്തത്തിൽ മേത്തർ ബസാറിലെയും ലുലു മാളിലെയും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും T3 വേൾഡ് ചാനലിൻ്റെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റു കാഴ്ചകളുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.